എറണാകുളത്തുള്ള ബ്രോഡ്വേ മാർക്കറ്റിലാണ് നമ്മളുള്ളത്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരാളെ മിസ്സിംഗ് ആണ്. ആള് അടുക്കളയിലെ ഒരു അന്തേവാസിയാണ്. ഇവിടെ ആളെ കിട്ടൂ എന്നൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ. പാലരുവി പോലെയായി ഞാൻ രാജമല്ലിപ്പൂമഴയിൽ. ചേട്ടാ കിടക്കൻ പാട്ടൊക്കെയാണല്ലോ. ഞങ്ങളെ ഇവിടെ മുരിങ്ങയ്ക്ക തപ്പി ഇറങ്ങിയതാ. മുരിങ്ങക്കോൽ 400 രൂപ വില കിലോ. ഇവിടെ അങ്ങ് കിട്ടാനില്ലേ? കിട്ടാനില്ല, മാർക്കറ്റിലേ കിട്ടാനില്ല. ആണോ? ചേട്ടൻ ഏത് കടയാ? നമ്മുടെ ഈ ജോസേട്ടൻ്റെ മാർക്കറ്റ്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോയാലോ? ഒരു കിലോ തക്കാളി 50, 1 കിലോ തക്കാളി 50, 1 കിലോ തക്കാളി 50. 10 രൂപ മിനിമം 20 രൂപ. തക്കാളി 1 കിലോ 50. ഇത് നാട്ടിൽ 1 കിലോ 60. ഏത് വേണം? ഇഞ്ചി വേണം. അതിന് കടായി 100 ഗ്രാം 40. ആ ചേച്ചി കുറച്ച് തക്കാളിയും കുറച്ച് മുളകും മനസ്സിലായി. അതിനാണോ 110 രൂപ? കുറച്ചല്ലേ മേടിച്ചത്, 1 കിലോ. 1 കിലോ തക്കാളി മേടിച്ച്. തക്കാളി 50 രൂപ. പിന്നെ അച്ചിങ്ങ 70 രൂപ. വെണ്ടയ്ക്ക 80. എല്ലാം വില കൊള്ളാം. ഇവിടെ എവിടെ മുരിങ്ങയ്ക്ക കാണുന്നില്ലല്ലോ. 1 കിലോ 400 രൂപയാണ്. കടക്കാര് വാങ്ങിക്കുന്നില്ല. 1 കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10-15 ഉണ്ടാവും. 15 മുരിങ്ങക്കോല് 400 രൂപ. ചേട്ടാ മുരിങ്ങയ്ക്ക കണ്ടോ? ഇല്ല, മുരിങ്ങ കണ്ടില്ല. എത്ര ദിവസമായി കാണാതായിട്ട്? ഒരാഴ്ചയല്ലേ? ചേട്ടാ മുരിങ്ങയ്ക്ക ഉണ്ടോ? ഇല്ലേ? എത്ര ദിവസം ഇങ്ങനെ മുരിങ്ങയ്ക്ക മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 1.5 ആഴ്ചയുള്ളതായി. ഇവിടെ കാണാൻ തന്നെ ഇല്ല. മുരിങ്ങയ്ക്ക 400 രൂപ പറഞ്ഞാൽ ഇവിടെ വിറ്റത് കുറച്ച് തന്നെയുള്ളൂ. അതപ്പോൾ തന്നെ ഹോൾസെയിൽ സ്ഥിരം കൊടുക്കുന്നവർക്ക് കൊടുക്കും. ഇവിടെ റീറ്റെയിൽ വിൽക്കാനില്ല. സാമ്പാറിന് മുരിങ്ങയ്ക്ക വാങ്ങുന്നില്ലേ? മുരിങ്ങയ്ക്ക എപ്പോഴാ വാങ്ങിച്ചേ? ഇല്ല, മുളക് വെട്ടിയിടണം. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു ഇപ്പൊ ചേട്ടൻ? ആണോ? ടോട്ടൽ എത്രയായി? ബില്ല് എത്രയായി? 130. തക്കാളിയും ക്യാരറ്റും മല്ലിയിലയും വാങ്ങിച്ചാണ് 130 ആയത്. ആന്ധ്രയിലും തമിഴ്നാടുമുള്ള കാലാവസ്ഥ മാറ്റം, ശക്തമായ മഴയും കാറ്റുമാണ് ഇത്തരത്തിൽ പച്ചക്കറികളുടെ വില കൂടാനും ഈ മുരിങ്ങയ്ക്കയുടെ ലഭ്യത കുറയാനും കാരണമായിട്ടുള്ളത്. ഇനി ഈ വരുന്ന കാലത്ത്, ഇനി തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ പച്ചക്കറികൾക്ക് വില ഉടനെ കുറയും. പ്രത്യേകിച്ച് മുരിങ്ങയ്ക്കയുടെ വിലയൊക്കെ ഉടനെ കുറയും എന്ന് ആരും തന്നെ കരുതേണ്ടതില്ല. മാത്രമല്ല ഈ 400 കടന്ന് ഈ മുരിങ്ങയ്ക്കയുടെ വില പോകുന്നത് കൊണ്ട് കച്ചവടക്കാർക്കും വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ്. മാർക്കറ്റ് മുഴുവൻ കാണാതായ ഒരാളെ തപ്പി ഇറങ്ങിയതാ മുരിങ്ങയ്ക്കാന്. ഭയങ്കര വിലയാ, 400 രൂപ വിലയാ. സാമ്പാറും തമിഴ്നാട്ടിലൊക്കെ മഴയാ. എന്ത് ചെയ്യും? നമുക്ക് എപ്പോ കാണാൻ പറ്റും ഇനി മുരിങ്ങയ്ക്കാന്? മുരിങ്ങനൊക്കെ കായായി വരണം. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കയറി വരും. ഇവര് കുറച്ച് മാസങ്ങൾ എടുക്കും. മറ്റുള്ള പച്ചക്കറിക്കും വില കൂടുക. ജീവിക്കാനൊക്കെ വലിയ പാടാ. അപ്പോൾ അങ്ങനെയാണ് പച്ചക്കറികളുടെ ഒക്കെ വില. തേങ്ങയ്ക്കാണെങ്കിൽ പിന്നെ പറയണ്ട, വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ. അപ്പൊ ഉടനെ എങ്ങും രുചിയുള്ള ഭക്ഷണം മലയാളി കഴിക്കില്ല എന്നത് തന്നെ സാരം. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.